ഗൈസ്, നമ്മളപ്പോൾ ഇന്നൊരു വൺ ഡേ വർക്കൗട്ട് ടീമിൽ വന്നേക്കാണ് കേട്ടോ. ജിമ്മിൻ്റെ പേര് ബാബൽ മന്തിയ അല്ല, ബാബൽ മന്തി അല്ല, എവിടെ നിൻ്റെ പേര് ബെൽ റമേത്ത ജിമ്മിൻ്റെ പേര്. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ക്ലൈൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജിമ്മിൽ ഇന്ന് AC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ലെഗ് ഡേ ആണ്, AC ഇല്ലാണ്ട് ലെഗ് ഡേ കളിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വൺ ഡേ എടുത്ത് കളിക്കാമെന്ന് വിചാരിച്ചു വന്നു. അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഈ ജിമ്മ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ലോക്കൽ പറഞ്ഞു, ഫ്രണ്ടാണ് ലോക്കൽ, ഇന്നുപോലൊരു ജിമ്മുണ്ട്, 50 ദിറംസാണ് വൺ ഡേ. പക്ഷേ ഐസ് ബാത്ത് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ജിമ്മുണ്ട്, വേറെ എന്താണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് ഇവിടെ ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ആദ്യം എത്തി, അവരെത്തിയില്ല, അവർ വന്നുകൊണ്ടിരിക്കണുള്ളൂ, കരാമെന്ന് ഇറങ്ങണുള്ളൂ. ഞാൻ നഗന്ന് ഇറങ്ങിക്കൊണ്ട് നേരത്തെ ഇവിടെ എത്തി. ടൈം ഇപ്പോൾ ഏതാണ്ട് 1:30, 1 മണിക്കാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി 1:30. ഇപ്പോൾ എന്തായാലും വർക്കൗട്ടും ഐസ് ബാത്ത് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആവുമെന്ന് വിചാരിക്കണം. ലെഗ് ഡേ എങ്ങനെയാണ് നോക്കട്ടെ. ലെഗ് ഡേ കഴിഞ്ഞിട്ട് ഐസ് ബാത്ത് ചെയ്യണം. ഐസ് ബാത്ത് കഴിഞ്ഞിട്ട് പൂളിൽ കിടന്ന് നീരാടിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. ഇപ്പം ജിമ്മ് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ വൺ ഡേ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജിമ്മ് ട്രൈ ചെയ്തോ എന്ന് ഞാനിപ്പോൾ പറയും. ബാക്കി കയറി കഴിഞ്ഞിട്ട് പറയാം. ഇനി അവന്മാർ പറയട്ടെ. ഞങ്ങളൊരു 4 പേരുണ്ട് മൊത്തം. ഓക്കെ, അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാം. ഗൈസ്, ഒരുത്തം വന്നില്ല, അപ്പോൾ ഞങ്ങൾ 3 പേരുള്ളൂ. പണിപാളി ഓപ്പോ നൈസായിട്ട് പണിപാളിയല്ല. 4 മണിക്ക് പൂൾ തുറക്കുള്ളൂ. എന്ത് കോച്ചിങ്ങാ മുഞ്ചി. ഗൈസ്, ഇതാണ് പൂളെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞത്. ഇതന്നെ പൂള് കൊള്ളാം. കൊള്ളാം. 4 മണിക്ക് തുറക്കുള്ളൂ. ഒരുപാട് സ്റ്റെപ്പ് കയറി, വന്നപ്പോൾ നാട്ടിലത്തെ ജിമ്മിന്റെ ഫീൽ കിട്ടി അല്ലേ. ലെഗ് അടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോണോ അല്ല. അതാലോചിക്കുമ്പോ ഇച്ചിരി ഇറക്കും. ലോക്കർ ഫെസിലിറ്റി ഒക്കെ അടിപൊളിയാണല്ലോ അല്ലേ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റടാ, എക്സ്ട്രാ പൈസ കൊടുക്കണ. കൊള്ളാം, മൊത്തത്തില് കൊള്ളാം. നേരെ ഓഫീസിൽ നിന്ന് പിന്നെ പാൻ ഷർട്ട് കിട്ടണം. നാട്ടിലൊരു ജിമ്മൊക്കെ തുടങ്ങണമെങ്കിൽ ഇതുപോലെ തുടങ്ങണം. എന്താ ഒരു സെറ്റപ്പ് അല്ലേ. പൈസ മുടക്കിയിട്ട് പൈസ ഉണ്ടാക്കാം. എന്താ നിന്റെ അഭിപ്രായം? 1 കോടി ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് ജിമ്മ് ഇട്ടൂടെ? ഇവിടെ തുടങ്ങി എന്തായാലും ഒരു 5 മില്യൺ വേണ്ടി വരും. ഇവിടെ നടക്കില്ല. നാട്ടിലെങ്ങനത്തെ തുടങ്ങിയാൽ 1 കോടി നടക്കും ഇൻഷാ അല്ലാ. നമ്പറിലൊക്കെ നോക്കാവണം. എന്നിട്ട് ആർക്കും അറിയാത്ത നമ്പർ 1 2 3 4 5. പൊളിച്ച് ജിമ്മിൻ്റെ അകത്ത് കയറിയപ്പോൾ ജിമ്മ് വേറെ ലോക. കാരണം അത്ര എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലേഡീസ് ഇല്ല. അതുകൊണ്ട് വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോകും. വായം പൊളിച്ച് നോക്കിയിട്ടുണ്ടാകുന്ന പരിപാടിയില്ല. വർക്കൗട്ട് കഴിയാൽ പോവുക. നമ്മുടെയൊക്കെ ജിമ്മിലാണെങ്കിൽ കുറേ എണ്ണം ഇങ്ങനെ വായം പൊളിച്ച് ഇരിക്കും. വർക്കൗട്ട് കഴിഞ്ഞാലൊന്നും പോവില്ല, പെണ്ണുങ്ങളെ കൊള്ള കാരണം. ഇത് ഏതോ ലോക്കലിൻ്റെ ജിമ്മായതുകൊണ്ട് ആൾ ബുദ്ധിയിട്ട് കളിച്ചു. പെണ്ണെന്ന് പറഞ്ഞ സ്ഥാനത്തിന് ആ ജിമ്മിലേക്ക് കയറിയില്ല. ഓൺലി മെൻസ്. അതുകൊണ്ട് എന്താ, വരിക, വർക്കൗട്ട് ചെയ്യുക, പോവുക. ജിമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ മസിൽസിനും ഓരോ ഏരിയ ഉണ്ടാവും. ചെസ്റ്റിനൊരു ഏരിയ, ബാക്കിനൊരു ഏരിയ, ആംസിനൊരു ഏരിയ, ലെഗ്സിനൊരു ഏരിയ, ഷോൾഡറിനൊരു ഏരിയ, പിന്നെ കാർഡിയോ സെഷൻ സെപ്പറേറ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഏരിയയിലാണ് ഈ ജിം ഇങ്ങനെ വിസ്തരിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പാർട്ട്, ഇപ്പോൾ നമുക്ക് ലെഗിൻ്റെ ക്വാഡ്സിന് കളിക്കണമെങ്കിൽ ആ ക്വാഡ്സിന് മാത്രം കുറേ മെഷീൻസ് 4 അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലെഗ് എക്സ്റ്റൻഷൻ 4, ലെഗ് കേൾ 4, ലെഗ് പ്രസ് 4,
അങ്ങനെ ഒരുപാട് ഒരേ മസിലിൻ്റെ 4 എക്യുപ്മെൻറ്റ്സ് വെച്ചുള്ളതുകൊണ്ട് നമുക്ക് ക്രൗഡ് വന്നാലും ഇവിടെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ജിമ്മിൽ വന്നപ്പോൾ ഞങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ഓരോ പാർട്സിന് കളിക്കുമ്പോഴും ഓരോ ദിവസവും വണ്ടി എടുത്ത് വരണം എന്നുള്ളത് ആ ജിമ്മിലെത്തിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യമാണ്. കാരണം അത്രയും കിഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഞങ്ങൾ ഈ പനാട്ടയുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കുറേ നോക്കി ഇവിടെ ഏത് ജിമ്മിലാണ് ഈ പനാട്ടയുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതെന്ന്. അപ്പോഴും നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊന്നുമില്ല. പക്ഷേ ഈ ഒരു ജിമ്മിൽ ഈ ഒരു ലോക്കലിൻ്റെ വാക്കായിട്ട് അവിടെ പോയെന്നുണ്ടെങ്കിൽ 50 ദിർഹംസ് വർത്തായിരുന്നു. ജസ്റ്റ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത പോലെ 50 ദിർഹംസ് വർത്താ. കാരണം ഞങ്ങൾ വർക്കൗട്ട് ചെയ്യണ ജിമ്മിൽ 1 ഡേ 30 ദിർഹംസാണ്. 1 ഡേ 30 ദിർഹംസിനുള്ള ജിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് ഇവിടെ പോയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത്. 50 ദിർഹംസിന് എന്തൊക്കെ ഫെസിലിറ്റീസ് ഈ ജിമ്മൊക്കെ തരണമെന്ന് അറിയും. ഞാൻ ഈ ജിമ്മ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നും ഇട്ടത്. ജിം അത്രയും സൂപ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ജിമ്മിന് അത്രയും പൊക്കി പറയുന്നു. കാരണം 50 ദിർഹംസിന് നമുക്ക് 1 ഡേ തരാമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും ചുളിയും ആദ്യം. 50 ദിർഹംസിന് 1 ഡേ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 1250 രൂപയായി 1 ഡേ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ 1300 രൂപയായി. അത് വേറെ കാര്യം. ജിമ്മ് പെട്ടെന്ന് മാറിയോണ്ടാണോ അത് വേറെ അറ്റ്മോസ്ഫിയറായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോയോണ്ടോണെന്ന് അറിയില്ല. ഞങ്ങൾ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഈ ജിമ്മിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോഴും മസിൽസിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊരു 1 ഡേ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ജസ്റ്റ് ചെറിയ എക്യുപ്മെൻറ്റ്സ് ട്രൈ ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഫീലായിരുന്നു. കാരണം ലെഗ് എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച പോലെയാണ്. ഇപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഗ് എത്രത്തോളം പമ്പായി. ഞങ്ങൾ വരുമ്പോൾ ലെഗ് എന്താണെന്നും ഞങ്ങൾ പോകുമ്പോൾ എന്താ ഞങ്ങളുടെ ലെഗിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും. അപ്പോൾ അത്രയും കിഡു എക്യുപ്മെൻറ്റ്സ് ആണ് സെലക്ട് ചെയ്ത് വെച്ചാണ്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിൽ ഇതുപോലത്തെ ഒരു ജിമ്മ് സെറ്റ് ചെയ്യണമെന്ന് കണ്ടു. ഇത്രയും ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ട് ഇത്രയും നല്ല എക്യുപ്മെൻറ്റ്സ് ഇറക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ജിമ്മ് വേണം. കാരണം നാട്ടിൽ ഇതുപോലെ കളിക്കാൻ പറ്റിയ കുറേ പിള്ളേരുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല, ഫ്യൂച്ചറൊക്കെ ഫുള്ള് ഫിറ്റ്നസ്സിലാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ജിമ്മ് നാട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മന്ത്ലി ഫീസ് ഒരു 2000 പോട്ടെ, അല്ലെങ്കിൽ ഒരു 1500 2000 വെച്ചാൽ ഇഷ്ടം പോലെ പിള്ളേരെ നമുക്ക് കിട്ടും. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഞങ്ങളുടെ നാട്ടിൽ ഞാനൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് കളിക്കാൻ പോലും പിള്ളേരെ കിട്ടാറുണ്ടായില്ല. കാരണം അന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പൈസക്കാരാണ് ജിമ്മിൽ പോവുക. ലേഡീസിനെ മാഷിയിട്ട് നോക്കിയൊക്കെ പോലും ജിമ്മിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു 2008 2010 സമയത്തൊക്കെ. ഫുള്ള് ആമ്പിള്ളേരാണെങ്കിൽ കൂടുതലും കാറ്ററിങ്ങിനൊക്കെ പോയിട്ടാണ് അന്ന് ജിമ്മിൽ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ജിമ്മിൽ ഫീസ് കൊടുക്കാനും അതുപോലെ ആഴ്ചയിൽ ബീഫ് കുത്തി കയറ്റാനും ചിക്കൻ കഴിക്കാനും മുട്ട കഴിക്കാനൊക്കെ ആയിട്ട് ന്യൂസ് പേപ്പർ ഇടും മുട്ട കഴിക്കാൻ. അതുപോലെ കാറ്ററിങ്ങിന് പോകും എന്തിന് ജിമ്മിലെ ഫീസ് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നൊക്കെ. പക്ഷേ ഇന്നത്തെ കാലം മാറി. ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ജിമ്മിലാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി ഫിറ്റ്നസിൻ്റെ പ്രാധാന്യം എന്ന ലൈഫിൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഞാൻ ഈ ചുറ്റണ കാണുമ്പോൾ ചില ആൾക്കാർ ആയിരിക്കും ചിലപ്പോൾ ഇവൻ എന്താണ് ഈ കാണിക്കണതെന്ന്. ഞാൻ പണ്ട് മുതൽ അങ്ങനെയുണ്ട്. ഞാൻ സേഫ്റ്റി ഫസ്റ്റാണ്. അതായത് എന്നെ സംബന്ധിച്ച് എത്ര വെയിറ്റ് അടിക്കണം, ഹെവി ലിഫ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡല്ല. മരണം വരെ ഇഞ്ചുറീസ് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ആൾക്കാരുടെ മുമ്പിൽ പട്ടി ഷോ കാണിച്ച് ഓവർ വെയിറ്റ് അടിക്കണം, ഭയങ്കര ഹെവി ലിഫ്റ്ററാണ് കാണിക്കണം, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സായാലും നടു നിവർത്തി നിൽക്കണം, ഇഞ്ചുറീസ് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യണം, ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ വീഡിയോസ് കാണാറിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇഞ്ചുറീസ് ഇല്ലാണ്ട് മാക്സിമം എത്ര കാലം വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും മരണം വരെ വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 60 വയസ്സ് 50 വയസ്സാകുമ്പോൾ നടുപടിഞ്ഞ് നടക്കേണ്ടി വരും. ഞങ്ങൾ ശരിക്കും അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് മത്സരിച്ചിട്ടുണ്ടോ. നീ അടിക്കുന്നേക്കാളും കൂടുതൽ വെയിറ്റ് ഞാൻ അടിക്കുന്നേക്കാളും കൂടുതൽ വെയിറ്റ് ഇവൻ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ അടിക്കുന്ന മെഷീൻ കണ്ടാൽ നിങ്ങൾ ഇതിനെ പെൻഡുലം സ്ക്വാട്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു എക്യുപ്മെൻ്റാണിത്. കാരണം ഇതിനകത്ത് കളി കഴിഞ്ഞപ്പോൾ ഔട്ടർ ക്വാഡ്സിൻ്റെ മസിലിൻ്റെ സ്ട്രെങ്ത്ത് വന്നത് മസിൽസ് പെട്ടെന്ന് വിസിബിളായി എനിക്ക്. കാരണം എനിക്ക് ആ പാർട്ട് ഭയങ്കര കുറവായിരുന്നേ. പക്ഷേ ഈ എക്യുപ്മെൻ്റ് അല്ലേ ഇതിൽ കളിച്ച് കഴിഞ്ഞപ്പോൾ ലെഗിൻ്റെ ഔട്ടർ ഭയങ്കര മാറ്റം വന്നു ഈ ഒറ്റ വർക്കൗട്ടിന് ശേഷം. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഞാൻ ഹെവി അടിച്ചായിരുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു എക്യുപ്മെൻറ്റ് ഞങ്ങളുടെ ജിമ്മിലില്ല. പക്ഷേ ഇതിൽ കളിക്കണം നിങ്ങൾ ആ വീഡിയോയിൽ നോക്കണം. ഇതിൽ കളിക്കുമ്പോൾ മസിൽസിന് എത്രത്തോളം വർക്കൗട്ട് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ലെഗിൻ്റെ കളിക്കുന്ന വർക്കൗട്ടിന് പ്രത്യേകത നമുക്ക് ലെഗ് തുടങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വെയിറ്റ് ഇട്ട് പോകുന്നുള്ളത് നമുക്കത് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈ കളി ഞങ്ങൾ 3 കളി എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പക്ഷേ ഞാൻ 4 കളിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ടൊരു വർക്കൗട്ടായിരുന്നു ഈ പെൻഡുലം സ്ക്വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു ജിമ്മിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഈ എക്യുപ്മെൻറ്റ് ഞാൻ മസ്റ്റായിട്ട് എടുക്കും കേട്ടോ. കാരണം എനിക്ക് ഈ എക്യുപ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ഞാൻ ഫാനായി പോയി സാധനത്തിൻ്റെ. അത്ര എഫക്റ്റീവായിരുന്നു ഈ വർക്കൗട്ട്. അതേപോലെ ഈ അടിക്കുന്ന സിംഗിൾ ലെഗ് പ്രസ് ഇത് ഇവൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞ എഫക്റ്റീവാണ്, കുഴപ്പമില്ല, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ എനിക്ക് വലിയ എഫക്റ്റീവായിട്ട് തോന്നിയുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. സ്റ്റാർട്ട് ചെയ്ത് നോക്കി സിംഗിൾ ലെഗ് അടിക്കാനായിട്ട്. പക്ഷേ നമ്മളിത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബൈസെപ്സ് സ്കെയിൽ അടിക്കണ പോലെ അത്ര ഈസി ആയിട്ടുള്ള വർക്കൗട്ട് ആയിരുന്നില്ല. ശരിക്കും നല്ലൊരു എഫക്റ്റ് ഫീൽ ചെയ്തില്ല.
അതുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്തില്ല. ഞങ്ങൾ നേരെ അപ്പുറത്ത് പോയിട്ട് ലെഗ് പ്രസ് വേറെ അടിച്ചു. അപ്പോൾ ചില മെഷീൻസ് ചിലപ്പോൾ നമ്മൾ കളിച്ച് ഓക്കെ ആവുമായിരിക്കും. പിന്നെ കാലിങ്ങനെ വെച്ചടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് എഫക്റ്റീവായിട്ടൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് സിംഗിൾ ലെഗ് അടിക്കാമെന്ന് പറയുമ്പോൾ അത് ഒരുപാട് സമയം പോകുന്ന വർക്കൗട്ടാണ്. അതുകൊണ്ട് എനിക്ക് സിംഗിൾ ലെഗിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിംഗിൾ ലെഗ് പ്രസ് മാറ്റിയിട്ട് ഞങ്ങളിത് ഇതിലോട്ടനോട് കയറി. കാരണം ഇത് ഞങ്ങൾ പണ്ട് വർക്ക് ചെയ്ത ജിമ്മിലുണ്ടായിരുന്നു ഈ എക്യുപ്മെൻറ്റ്. ചില നമ്മൾ ജിമ്മൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആയിരിക്കും. അങ്ങനെ പഴയ ജിമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ലെഗ് പ്രസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ജിമ്മിൽ മിസ്സായിട്ടു. പക്ഷെ അത് ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഈ ലെഗ് പ്രസ്സിൽ അടിക്കാൻ ഭയങ്കര സുഖം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം എത്രത്തോളം എഫോർട്ട് എടുത്ത് ഞങ്ങൾ ലെഗ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. മുമ്പ് ഞാൻ ലെഗിന് നടക്കുന്ന ഒരു വീഡിയോ വൈഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ കമൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ ലെഗ് സ്ഥിരം കളിക്കാറില്ലേ, ലെഗിന് കൺസിസ്റ്റൻസി ഇല്ലേ, കൺസിസ്റ്റൻസി ആയിട്ട് ലെഗ് ചെയ്യുന്ന ആൾക്കാണ് ഈ പെയിൻ ഉണ്ടാവില്ല എന്നുള്ളത്. ഗൈസ്, ഞാൻ ലെഗിന് ആഴ്ച 2 ദിവസം കളിക്കും. ഒരു ദിവസം ഫുള്ള് ക്വാഡ്സ് ആണെങ്കിൽ പിന്നെ ഒരു ദിവസം ഫുള്ള് ഹാംസ്ട്രിങ് കളിക്കും. അതുമാത്രമല്ല ഞങ്ങൾ കളിക്കുന്ന വർക്കൗട്ട് എല്ലാ ആഴ്ച ഒരേ വർക്കൗട്ട് കളിക്കില്ല. ചില ബേസ് വർക്കൗട്ട് സ്ഥിരം ഫോളോ ചെയ്യും, അല്ലെങ്കിൽ 1-2 വർക്കൗട്ട് ഞങ്ങൾ മാറ്റി ചെയ്യും. അപ്പം നമ്മൾ 1-2 വർക്കൗട്ട് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം നല്ല രീതിക്ക് പെയിൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസം നടത്തത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരാറുണ്ട്. ഒന്നാമത് ഹാംസ്ട്രിങ്ങിന് ഞങ്ങൾ ചില ദിവസം സ്റ്റിഫ് ഡെലിഫ്റ്റ് കളിക്കും, ചില ദിവസം കളിക്കില്ല. അപ്പോൾ ആ സ്റ്റിഫ് ഡെലിഫ്റ്റ് എന്നാണ് കളിക്കണേ ആ സമയത്ത് നല്ല രീതിക്ക് പെയിൻ വരും. ഇത് ചില ആൾക്കാർക്ക് അറിയും, ചില ആൾക്കാർക്ക് അറിയില്ല. ചില ആൾക്കാർ വിചാരം ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ആഴ്ചയും കളിച്ച് കഴിഞ്ഞാൽ ലെഗിന് പെയിൻ ഉണ്ടാവില്ല എന്നാണ്. പണ്ടായിരുന്നു നമുക്ക് ജിമ്മിൽ മെച്യൂരിറ്റി വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണോ നിങ്ങൾ ബൈസെപ്സിൻ്റെയും ട്രൈസെപ്സിൻ്റെയും ഇമ്പോർട്ടൻസ് മാറ്റി വെച്ച് വേറെ മസിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ, അന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് ഓൾറെഡി ജിമ്മിലുള്ള മെച്യൂരിറ്റി കൂടിയെന്നുള്ളത്. കാരണം ഞാൻ പണ്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബൈ ആൻഡ് ഡ്രൈവ് മാത്രമേ എന്നുള്ള മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് എൻ്റെ വീക്ക് മസിൽ അതാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബൈ ആൻഡ് ഡ്രൈവ് ആഴ്ചയിൽ കളിച്ചില്ലെങ്കിൽ കളിക്കില്ല. ചില ദിവസം ബൈ ആൻഡ് ഡ്രൈവ് ഒരു ദിവസമാണ് കളിക്കുന്നത്. ബൈ ആൻഡ് ഡ്രൈവ് പണ്ട് അങ്ങനെയല്ല. ആഴ്ചയിൽ 6 ദിവസം ജിമ്മിൽ പോകണമെങ്കിൽ അതിൽ 5 ദിവസം ബൈ ആൻഡ് ഡ്രൈവ് കളിക്കും. മനസ്സിലായോ? കാരണം അന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യണേ, ഒരു ഗൈഡൻസും നമുക്ക് കിട്ടാനില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണയാണ് എല്ലാ ആഴ്ചയും ലെഗ് കളിച്ചാൽ ലെഗിൻ്റെ വേദന കുറയുന്നു. നമ്മൾ എല്ലാ ആഴ്ചയും ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമുക്ക് പിറ്റേ ദിവസം പെയിനൊന്നും ഉണ്ടാവില്ല എത്ര ഹെവി അടിച്ചാലും. പക്ഷേ 1-2 വർക്കൗട്ട് നമ്മൾ മാറ്റി ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം പെയിൻ വരും. അതിപ്പോൾ ചെസ്റ്റിനായാലും വരും, ലെഗിനായാലും വരും, ബൈസെപ്സിനായാലും വരും. എന്നും ഒരേ വർക്കൗട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ പെയിനൊന്നും ഉണ്ടാവില്ല. ഈ ജിമ്മിൽ പോകണ 10 ആളുടെ അഭിപ്രായം ചോദിച്ചാൽ 10 ആൾക്കും 10 അഭിപ്രായമായിരിക്കും. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് വർക്കൗട്ട് ഇപ്പം ഞാൻ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തു, നാളെ എനിക്ക് ആ ചെസ്റ്റിന് വേദന എടുത്തെങ്കിലാണ് എനിക്ക് ഇന്നലെ കളിച്ചത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഞാൻ നല്ല ചെസ്റ്റ് അടിച്ചിട്ട് എനിക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വേറെ വേദന ഒന്നും വന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഇന്നലെ കളിച്ച് മൊത്തം വേസ്റ്റായി, തരികട കളിയായിരുന്നു എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരും. അപ്പം ഞാൻ പിറ്റേ ആഴ്ച എന്ത് ചെയ്യും, ആ വർക്കൗട്ടും മാറ്റിയിട്ട് വേറെ 1-2 വർക്കൗട്ടും കൂടി ആഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് ലെഗിന് 2 വർക്കൗട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീക്ക് മസിൽ നോക്കുമ്പോൾ പണ്ട് അത് 2020 സമയം വരെ എൻ്റെ ലെഗ് മസിൽ ഭയങ്കര വീക്കാണ്. കാരണം ഞാൻ ലെഗിന് ആകെ 1 ദിവസമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെണ്ണുങ്ങൾക്ക് ദൈവം ആർക്കും ഒരു ലെഗ് കൊടുത്തേക്കുക, ആണുങ്ങൾക്ക് ദൈവം ലെഗ് തന്നിട്ടില്ല. ലെഗ് കളിച്ചെന്നേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ നോക്കി തന്നെ ഇപ്പോൾ ഓക്കെ. ഹാംസ്ട്രിങ് എനിക്കന്നില്ല, ക്വാഡ്സ് ഉണ്ട്, ഹാംസ്ട്രിങ് ഇല്ല. കാരണം ഹാംസ്ട്രിങ്ങിന് ആകെ ഈ വർക്കൗട്ടിൻ്റെ ദിവസത്തിൽ ആകെ ഒരു ഹാംസ്ട്രിങ്ങിൻ്റെ വർക്കൗട്ടേ ചെയ്യലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ 2 ദിവസമാക്കി വർക്കൗട്ട്. അതായത് ഇപ്പോൾ തിങ്കളാഴ്ച ലെഗാണ് കളിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ആഴ്ചയിൽ ഫസ്റ്റ് ഡേ ലെഗിൽ തുടങ്ങി കേട്ടോ. കാരണം നമുക്ക് ഏറ്റവും മടിയുള്ള വർക്കൗട്ട് നമ്മൾ ആദ്യം ചെയ്ത് പോവുകയാണെങ്കിൽ ആ പരിപാടി അവിടെ തീർന്നു. നേരെ മറിച്ച് ഏറ്റവും മടിയുള്ള വർക്കൗട്ട് ശനിയാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ലെഗല്ലേ പോകണ്ട. മൂപ്പരുണ്ടോ നമുക്ക് ഈ ജിമ്മ് സജസ്റ്റ് ചെയ്യുന്നത്? താങ്ക് യു ബ്രോ. വർക്കൗട്ട് കഴിഞ്ഞ് പോകാൻ പറ്റിയ ഇടനാഴിയാണത്, ജിമ്മിലെ വരാന്ത. ജിമ്മിന്റെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിലൊരു പൊളിയാ. ഐസ് ബാത്തിൽ കൊണ്ടുവരാം. ഐസ് ബാത്ത് അല്ലേ? ഐസ് ബാത്ത്. യെസ്, ഇവിടെ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ഐസ് ഇത് സോന റൂം, ചേഞ്ചിങ് റൂം ഇവിടെയാണിത്. ഇത് ഹോട്ട് വാട്ടർ, ഇതാണ് ഐസ് വാട്ടർ. ജാക്ക് സാർ കറങ്ങ് ഇവിടെ ചാടറ. ജാക്ക് സാർ പുള്ളി ഇറങ്ങി, ഞാൻ ഇറങ്ങിക്കോ.
എങ്ങനെ ഓടാ തണുപ്പില്ല. നേരത്തെ കൊടുത്തിരിക്കുന്നത് മോർണിംഗ് ബെറ്റർ. Morning more cool because nobody comes inside. ദാസ ചൂടുകണി മുള്ളിൽ മൂത്രമൊഴിച്ചോ? എന്താ ആടത്തേക്ക് വന്നാ? അതൊക്കെ സിമ്പിൾ സാധനം. അയ്യേ ഇതല്ല, ഇതിനപ്പുറം ചാടിക്കറവാണ്. ഇവരിറങ്ങി, ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് പറ്റില്ല. എൻ്റെ കാല് തീരെ പറ്റുന്നില്ല. ഹെവി വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജാക്സൺ നിർത്തറ. ഇറങ്ങാം. അങ്ങനെ ഇരിക്കും കുറച്ചു നേരം. അങ്ങനെ ഇരിക്കേ, അവിടെ ഇരിക്കേ. ആ When did you do last time cold water? Long time ago? നേരിട്ട് ഐസ് വാട്ടറിൽ ഇരിക്കാൻ എൻ്റെ ബോഡിയിൽ അക്സെപ്റ്റ് ചെയ്യണം. ചൂട് വാട്ടറിൽ നിന്നിട്ട് ഐസ് വാട്ടറിൽ കയറാൻ പറ്റും. ചൂട് വാട്ടത്തിൽ ഐസ് വാട്ടറിൽ 2 മിനിറ്റ് ഇരുന്നില്ലെങ്കിൽ ഇവൻ എന്നിട്ട് പറഞ്ഞ എങ്ങനെ വിളിക്കണം? ഞാൻ മാറ്റി പറയില്ലേ, അത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ എൻ്റെ ബോഡി ഇത്തിരി റിക്കവറി ആദ്യം മലയാളം പറഞ്ഞല്ലോ. നല്ല ഡയലോഗ് അടിക്കൊരു കുറവില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ബോഡി ഭയങ്കര ഹീറ്റാ, ഐസ് പെട്ടെന്ന് സെറ്റ് ആവും വിചാരിച്ചു. പക്ഷെ കാല് കുത്താൻ പറ്റില്ല. ഇവിടെ എന്റെ കൈ ഐസിലിരുന്നിട്ട് കൈ കാലൊക്കെ പറഞ്ഞിട്ട് എവിടേക്കും മരവിച്ചു പോയി. മൃഗം വരെ മരവിച്ചു. ഇനി ചൂടുള്ളതിന് കയറാം. തല ചാവാൻ എന്റെ മക്കൾ ഇപ്പൊ നോക്കിയോട്ടെ, അതേപോലെ തന്നെ കേറും. നോക്കിയോ, കേറിയോ സമയം. തല മുക്കുന്നത് പുള്ളി തല വരെ മുക്കുന്നു. ബ്രോ വേർ യു ബോൺ? കാനഡ, അന്റാർട്ടിക്ക, യുഎഇ? നീ തല മുക്കിയാ? തല മുക്കടാ നോക്കട്ടെ. ഗൈസ് ഇതൊക്കെ എൻ്റെ ആക്ടിങ് ആണ് ഗൈസ്. ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. ഞാൻ നേരത്തെ മുങ്ങി ഫുള്ള്. ഞാൻ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് കാണിക്കാണ്ടിരുന്ന. ജാക്സൺ മുങ്ങിയടാ, നീ തല മുക്കടാ. മുക്കങ്ങോട് മുക്കടാ. ഇത്ര സമയം എടുക്കുന്നത് മുങ്ങിക്കൂടെ? ഞാൻ മുങ്ങിയാടില്ല. മുങ്ങിക്കിടക്കുന്നത് എബിയും തല മുക്കാൻ വേണ്ട. മുക്കട തല മുക്കട. നീ മുക്കിയ ഞാൻ മുക്കും. ആ ഉറപ്പ്. ഒറ്റ മുക്കലും മോളെ. ആ കള്ളനായി മുങ്ങി. ഇനി ആശാൻ കാണിച്ചാൽ നേരത്തെ 2 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ, അതേ കറുത്ത് പറഞ്ഞു. തല മുക്കി കാണിച്ചാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ബോഡിക്ക് വാങ്ങാനില്ലേ. अभी देखो अभी देखो you go okay bye bye you ഇത് സോന, ഇത് സ്റ്റീം. ഫോൺ എടുക്കണ്ടല്ലേ? സ്റ്റീം കഴിഞ്ഞു. ഇന്നൊന്ന് പുളി പോണോ അത് ഇവിടെ വേണോ? ഐസ്പത്തി പോണോ? പുളി പോലെ
ഗൈസ് ഇനി പൂളിൽ പോവാൻ നമുക്ക് ജമ്പേതറ ഇതാണ് ഇവിടുത്തെ പൂള്. വലിയ പൂളാ. അവിടെ വരെ പോയി നീന്തിക്കോ, ഇറങ്ങിക്കോ. വെള്ളം തെറിപ്പിക്കല്ലേ? കൊള്ളാം. പ്രൈസ് 50 ദിർഹംസിന് ജിമ്മ് വർത്താണ് കേട്ടോ. സ്റ്റീം, സോന, ഐസ് ബാത്ത്, അതെ സ്വിമ്മിംഗ് പൂള്, ഇതൊക്കെ ഈ മച്ചാൻ സെറ്റാക്കി എന്നാണ്. ഓക്കെ, അപ്പം ഇത്രയും ഫെസിലിറ്റീസ് ആണ് ഈ ജിമ്മ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി കണ്ടില്ലാന്ന് പറയരുത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് കുളിയും കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാനുണ്ട്. ഹെയർ ഡ്രയറൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ വന്നപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇട്ട ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടൊരു കവർ അടക്കം ഇവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും ആ ഒരു ജിമ്മിലൊരു കുറവില്ല. നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ആകെ ഒരു ടവൽ മാത്രം കൊണ്ടുവന്നാൽ മതി. പിന്നെ ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടിട്ട് വരുമല്ലോ. ഇത്രയും ടോയ്ലറ്റും ബാത്റൂമും ലോക്കർ ഫെസിലിറ്റിയും ഈ UAE വേറൊരു ജിമ്മിൽ ഞാൻ കണ്ടില്ലടാ. ഞാൻ ഒട്ടുമിക്ക ജിമ്മുകളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും സെറ്റപ്പ് ഞാൻ വേറെ ഇടത്തും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഹെയർ ഡ്രൈവർ സൂപ്പറായിരുന്നു അല്ലേ? ക്ലോസൊക്കെ കഴിഞ്ഞിട്ട് കഴിയിട്ടോന്ന് ആ ഉറങ്ങില്ലൊരു തേങ്ങിട്ടില്ല. ഇത്ര ഫെസിലിറ്റിയുള്ള ജിമ്മ് കിട്ടിയിട്ട് അടിച്ചു പറ്റിയല്ലോടാ നീ. പൈസ അങ്ങനെ നമ്മുടെ 50 രൂപ ട്രിപ്പ് കൂടെ അവസാനിച്ചു. എടാ ഈ ലൊക്കേഷൻ ഇവിടെ മൃദിഫാ? ഇതെവിടെ സ്ഥലം? അൽവർക്ക. ഗൈസ് നാദൽ ഹംബറിൽ 50 റംസിന് ട്രിപ്പ് വന്നാ എങ്ങനെ ജാക്സ് എക്സ്പീരിയൻസ്? ഞാനും ഞങ്ങളും അല്ലേ 50 റംസിന് ലെഗ് അടിക്കാൻ വേണ്ടി വന്നാ. ലെഗ് അടിച്ചു. ലെഗിന് നല്ല ഹെവി വർക്കൗട്ടും ചെയ്ത്, പിന്നെ ഐസ് ബാത്ത്, സ്റ്റീം, ജക്കൂസി, കക്കൂസ്, പൂള്, എന്തൊക്കെയായിരുന്നു ഇവിടെ. ഓഫ് ഗൈസ് അങ്ങനെ 50 ട്രിപ്പ് അവസാനിച്ചു. ഗൈസ് 2 മിനിറ്റൊന്നും ഇരിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ അത് സമ്മതിച്ചു. അല്ല അതേ മാറ്റി എനിക്ക് കമ്പനിക്ക് ഹൽക്കൻ ഫാമിന്റെ പ്രൊപ്പറേറ്റർ ആൻഡ് ഓണർ എന്ന നിലയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴും മാറ്റാം. ഓക്കെ ഗൈസ്, ഒക്കെ മാറ്റി. ബൈ. ഇനിയില്ല.